കാട്ടുപന്നികളെ വെടിവെക്കാൻ അധികാരപ്പെടുത്തുന്നതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി. പന്നികളെ കാട്ടിൽ കയറി വെടിവെക്കേണ്ട എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, നിലവിൽ വനപ്രദേശത്ത് നിന്ന് 3 കിലോമീറ്റർ പുറത്തേക്ക് അല്ലേ കാട്ടുപന്നിയെ കണ്ടാൽ വെടിവെക്കാമെന്നല്ലേ നിലവിലെ നിയമം? എന്താണ് കോടതി പറഞ്ഞത്? ദിവിഷ്, 2 പ്രശ്നങ്ങളാണ് ഇന്ന് കോടതിയുടെ ശ്രദ്ധയിലേക്ക് വന്നത്. അതൊന്ന്, ഇപ്പോൾ കാട്ടുപന്നികൾ പെരുകി വരികയാണ്. നമുക്കറിയാം, ജനവാസ മേഖലയിലും പട്ടണങ്ങളിലും പോലും നമ്മൾ കാട്ടുപന്നി ആക്രമണങ്ങൾ കാണുകയാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിൽ തടസ്സമില്ല. പക്ഷേ ആര് വെടിവെക്കണം, അതിനാരെയാണ് ചുമതലപ്പെടുത്തുന്നത്, അതിലാണ് തർക്കമുള്ളത്. ഇപ്പോൾ വനംവകുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെയാണ് ചുമതല നൽകുന്നത്. അത് ശരിയായ രീതിയല്ല എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. കാരണം തോക്കെടുത്ത് വെടിവെക്കാൻ അറിയാവുന്നവരെ വേണം ഇതിന് ചുമതലപ്പെടുത്താൻ. അത്തരത്തിൽ ഇതൊരു വ്യക്തത ഇക്കാര്യത്തിൽ കൊണ്ടുവരണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ കാട്ടുപന്നികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് രാത്രികാലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇറങ്ങി വരുന്നത്. പകൽ സമയങ്ങളിൽ കാട്ടിനുള്ളിലായിരിക്കും. അപ്പോൾ പലയിടങ്ങളിലും കാട്ടിനുള്ളിലേക്ക് കടന്ന് കാട്ടുപന്നികളെ വെടിവെക്കുന്ന രീതികളുണ്ട്. അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കാട്ടിനുള്ളിലെ ജൈവ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് കടുവ നാട്ടിലേക്ക് ഇറങ്ങി വരുമെന്ന് കൂടി ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാട്ടുപന്നി വിഷയത്തിൽ 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് തേടിയിരിക്കുന്നത്.